മാവേലി നമസ്കാരം. സന്തോഷല്ലേ? സന്തോഷം. PM ഹാപ്പി അല്ലേ? ഹാപ്പിയാണ് കാരണം ഇത് കഴിഞ്ഞിട്ട് ഓണം മാവേലി അങ്ങ് പോകും. നമ്മള് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. എറണാകുളത്ത് തന്നെ ഇവിടെ ഉണ്ടാവും. അവിടെ എറണാകുളത്ത് എന്ത് പരിപാടി? എന്ത് പരിപാടി ചെയ്തുകൂടാ? എന്റെ കഴിവ് വെച്ച് എന്ത് പരിപാടി ചെയ്തോ? വേണമെങ്കിൽ ആങ്കർ ചെയ്യാലോ. ഇല്ല അയ്യോ അത് പറ്റത്തില്ലല്ലോ. ആങ്കർ ചെയ്യാന്നോ? പിന്നെ ആങ്കർ ചെയ്യാൻ പാടെന്താണ്? പ്രത്യേകിച്ച് നിങ്ങൾക്കാണ് ഇവിടെ സൗകര്യം. നല്ല ഡ്രസ്സ്, നല്ല ഭക്ഷണം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് അവിടെ ഇല്ല. പക്ഷെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ നമുക്ക് പോവാം. ആങ്കറിങ് ഒരു വലിയ സംഭവമൊന്നും അല്ല. അയ്യോ ആണ്. നമ്മുടെ സ്പോൺസേഴ്സിന്റെ പേരെല്ലാം നമ്മൾ നന്നായിട്ട് എന്താ പറയാ ബൂസ്റ്റ് ചെയ്തിട്ട് പറയണം. ചേച്ചി പറഞ്ഞ ഈ പെങ്കൊച്ചു വന്ന് ഇങ്ങനെ ഇംഗ്ലീഷൊക്കെ പറയുന്നത് ഭയങ്കര സംഭവം ആണ് പറയുന്നത്. അത് പേരുകളല്ലേ പറയുന്നത്? അത് ഇംഗ്ലീഷാണ്. പക്ഷെ അത് ഭയങ്കര സംഭവം. ഇതൊന്നും ഭയങ്കര സംഭവമല്ല. സഹോദര നിങ്ങൾ വലിയ സംഭവമായിട്ട് ഇത് എടുക്കുമായിരിക്കും. പക്ഷെ അതൊന്നും വലിയ സംഭവമല്ല. സഹോദര ഡയലോഗ് നിർത്തുമെങ്കിൽ ഇത് ചെയ്യൂ. മാവേലി കൂടെ ഞാൻ പറഞ്ഞില്ല. എനിക്ക് അവിടെ ഒന്നും നാണക്കെടാൻ പറ്റൂല. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. വരൂ ഇത് എന്ന് പറഞ്ഞ ഇത് ആദ്യം ഇങ്ങനെ സെന്റർ എന്നൊക്കെ ഉണ്ട്. എങ്ങനെ? സെന്റർ, ക്യാമറയുടെ സെന്റർ. നടക്ക്. അതെ നടക്ക്. അതെ, വലിയ സംഭവം അല്ല ഇത്. കാരണം എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പരസ്യം തന്നെ നിങ്ങൾ ഗ്യാപ്പ് സമയത്ത്, അതായത് അവിടെ മാറി ഇരുന്നിട്ട് ഇത് തന്നെ റിഹേഴ്സലാണ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഞാൻ വന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്കിത് മനസ്സിലായല്ലോ. ശരി, എന്നാ സാർ ഇത് നല്ലൊരു കൈയടി കൊടുക്കാം. നടന്നു വന്നിട്ട് ഒറ്റയടിക്ക് അങ്ങ് പറയുന്നു കോമഡി മാസ്റ്റർ. ഞാൻ യൂഷ്വലി ജസ്റ്റ് റാൻഡം ആയിട്ട് ഇങ്ങനെ വരുന്നു. എല്ലാവരും ഹായ്, ഹലോ, ഹായ് എവരിവൺ ആൻഡ് വെൽക്കം ടു ക്യൂട്ടി ദി ഹാൻഡ് വാഷ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു പോകും. അതേപോലെ ബാലേന്ദ്രനം വരുമ്പോ അങ്ങനെയല്ല വരേണ്ടത്. അല്ലാതെ നേരെ പറഞ്ഞു ഒരു പരസ്യം പറയാൻ കാണിച്ചതാ. ഒന്ന് മാറിക്കോളൂ സാർ. ഒന്ന് പോയിട്ടോ ചേച്ചിയേ. ഇതൊന്നും വലിയ സംഭവമല്ല. ഇതൊക്കെ നമ്മളെ വരട്ടാൻ വേണ്ടി കേട്ടാ, ഇവിടെ തന്നെ സ്ഥിരം നിൽക്കാൻ വേണ്ടി കാണിക്കുന്ന പരിപാടി. ഇതൊന്നും വേറെ സംഭവമൊന്നുമല്ല. ശരി നമ്മളെ വിദ്യാഭ്യാസം വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇതാ പയറ് വാരിങ്ങനെ ചരുവത്തി ഇടൂലേ, അതുപോലെ കിണക്കിണ കേട്ടോ. കാണില്ല കോമഡി മാസ്റ്റർ ക്യൂട്ടീസ് പവർഡ് ബൈ അമൃതവേണി. അല്ല, ക്യൂട്ടി ആദ്യം വേണം. ക്യൂട്ടി ആദ്യം. അല്ല, എന്തെന്നറിയാ അതിന്റെ എന്റെ രീതി അല്ല, അതല്ല. എന്റെ രീതി മാറ്റി പറയും. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ കേട്ട് പറഞ്ഞെന്ന് വിചാരിക്കും. അല്ല, പക്ഷെ അങ്ങനെ പറയുമ്പോ സ്പോൺസേഴ്സും അതിനനുസരിച്ച് മാറും ചിലപ്പോ. ഇല്ല, അത് സാരമില്ല. കാരണം എന്റെ ഇത്ര നാള് ഈ വാവണ്ട് കേക്കല്ലേ, ഇതിപ്പോ എന്റെ വാവണ്ടെന്ന് ഒരു വട്ടം പറഞ്ഞു നോക്കട്ടെ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞോ സാർ? വേണ്ട, സമയം പോകും വെറുതെ. 1 2 3 സ്റ്റാർട്ട്. പവർ ബൈ പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ് അമൃതവേണി. പിന്നെ രാജകുമാരി SLBS രാജകുമാരി ആൻഡ് അമൃതവേണി പവർഡ് ബൈ കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ തന്നെയാണോ അവിടെയും? ഇതിനപ്പുറം അവിടെ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. 4 പേരുകൾ വരണം. ഒന്നും കൂടെ ടേക്ക് 3. പക പോകയാണല്ലേ? അല്ല ചേട്ടാ, പുക കളയോ. കം ഓൺ. 6 മണി കഴിഞ്ഞാൽ കണ്ണ് കണ്ടൂടാ. ബ്യൂട്ടി ഹാൻഡ് വാഷ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ് കോ പവർഡ് ബൈ SLBS മാർക്കേഴ്സൺ ആൻഡ് പറയാം സാറ് പറയുന്നേ അവിടെ തെറ്റിച്ചു പറയാം. അനു സാർ തെറ്റിച്ചു പറയുന്ന. അയ്യോ, അല്ല, അത് ഞാൻ ഇപ്പൊ അത് ഫുള്ളായിട്ട് പറയണ്ടേ? അയ്യോ, തെറ്റിക്കണോ? വെറുതെ അതൊന്നും അങ്ങനെ നടക്കില്ല. ചേച്ചി പണിഷ്മെന്റ് കൊടുത്തോ? അനു സാർ പറഞ്ഞ തെറ്റിച്ച് പറയണം. സാർ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുവാണോ? ഓണായിട്ട് മോണായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. ചേച്ചി ഹലോ മഹാബലി, ഇവിടെ ഈ കത്തിച്ചളഞ്ഞ കറണ്ട് ബില്ലിന്റെ പൈസ അടച്ചിട്ട് ഈ അളിയനെ ഇവിടെ നിന്ന് വിടും. ഈ സമയം മെനക്കെടുത്തതിന്റെ പൈസ പണിഷ്മെന്റ് തരാണ്. 100 തവണ ഇമ്പോസിഷൻ എഴുതിയിട്ട് ഇത് കറക്റ്റ് ആയിട്ട് ഈ വേദിയിൽ നിങ്ങൾ നമ്മുടെ സ്പോൺസേഴ്സിന്റെ പേര് ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ മാത്രമേ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റൂ. ഉറപ്പായിട്ടും ഞാൻ ആ ചലഞ്ച് ഏറ്റിരിക്കുന്നു. വരൂ. ചേച്ചി
ചേച്ചി നമ്മൾ ഓണം ഇങ്ങനെ ആഘോഷിച്ചോണ്ടിരിക്കുകയാണ്. നാട്ടുകൂട്ടമായിട്ട് മാവേലി നമുക്ക് തന്നെന്ന് പറയുന്നത് ഡബിൾ ധമാക്കയാണ്. എല്ലാ ഇമോഷൻസും ചിരിയൊക്കെ ഡബിൾ ആണ്, ഒരേപോലെ ഇരിക്കുകയും ചെയ്യും. ട്വിൻസ് ആണ് നമ്മളിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് ഫാക്ട്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഫാക്ട്, രവീന്ദ്രൻ സാറും രമണൻ സാറിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹലോ. നിങ്ങളെ നാട്ടിൽ അറിയപ്പെടുന്ന എന്നാ പേരില്ല? രവി രമണന്മാർ. നിങ്ങൾ കല്യാണം കഴിച്ചേക്കുന്നതും ട്വിൻസുകാരാണ് അല്ലേ? ഓക്കെ. വൈഫാരുടെ പേര് ബിനി ആൻഡ് സിനി. ബിനി ആൻഡ് സിനി. കല്യാണം കഴിച്ച ആദ്യത്തെ സമയം നിങ്ങൾ ഒരുമിച്ചായിരുന്നോ കല്യാണം? ഒരു ദിവസമായിരുന്നോ? ഒരു ദിവസം തന്നെ, രണ്ട് സ്ഥലത്ത് വെച്ചായിരുന്നു മാത്രം. അയ്യോ, അല്ലാതെ ചോദിക്കായിരുന്നു മാറി പോവാറുണ്ടായിരുന്നോ നിങ്ങൾക്ക് തമ്മിൽ? രണ്ട് സ്ഥലത്ത് വെച്ച് കല്യാണം കഴിക്കുമ്പോഴേ അച്ഛനും അമ്മയും എങ്ങനെ ഷെയർ ചെയ്ത് പോവോ? അല്ല, ഒരേ സമയത്തല്ല. അവരുടെ ഒരു കല്യാണം കഴിഞ്ഞ ഒന്ന് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു, ഒരെണ്ണം വീട്ടിൽ വെച്ചായിരുന്നു. ഒരു വീട്ടിൽ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങി പോരരുത് എന്നുള്ളത്. ചോദിച്ചേട്ടാ, അച്ഛനും അമ്മയും ഷെയർ ചെയ്തു പോകും. അച്ഛൻ പറയും ഞാൻ ഇവരുടെ കല്യാണത്തിന് പോവാം, നീ ആ കല്യാണത്തിന് അല്ല, അങ്ങനെ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറെ അച്ഛനും അമ്മയും ഇല്ലല്ലോ. ഓണായിട്ടെ കണ്ണോടായിരിക്കാൻ വേണ്ടി കൊണ്ടിരുന്നതാണ്. അങ്ങനെ കണ്ടാ മതി. ശരിക്കും പറഞ്ഞാൽ ഇരട്ടകളെ കിട്ടുമ്പോ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. ഇപ്പോഴും നമ്മൾ വിചാരിക്കും അയ്യോ ഇതൊക്കെ എന്തിനാന്നുള്ളത്. പക്ഷെ എന്നാലും ഞങ്ങൾക്കുള്ള ഡൗട്ടാണ് ഈ കപ്പിളിന് തമ്മിൽ മാറിപ്പോറോ കല്യാണം കഴിച്ച ആദ്യ നാളുകളിലൊക്കെ. കാരണം ഒരേപോലെ നിങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നില്ലയോ കല്യാണം കഴിച്ച് കയറുതൊക്കെ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടാവില്ലേ? അതായത് മാറിപ്പോ ഞങ്ങൾക്ക് സംശയം തോന്നിയിരുന്നു. അതുകൊണ്ട് വിവാഹ സമയത്ത് ഞങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു, പേര് കയ്യിൽ എഴുതിയിട്ടേക്കണം. അങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നു. അപ്പൊ അവരങ്ങനെ കയ്യിൽ പേര്, പിന്നീട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മാറുമല്ലോ. ആദ്യത്തെ ഒരു ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ്. അപ്പൊ ആദ്യം വരുന്ന ഒരു 10-15 ദിവസം, ഒരു മാസമൊക്കെ മാറി ചീത്ത പറഞ്ഞിട്ടുണ്ടോ ഭാര്യ ഭർത്താവിനെ? ഇല്ല, ചീത്ത ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീ നിന്റെ ജീവിതം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടന്മാരെ, ഈ ഇരട്ട ചേച്ചിമാരെ കല്യാണം കഴിക്കുമ്പോഴുള്ള ഒരു നല്ലൊരു അഡ്വാൻറ്റേജും അതുപോലെ ഒരു പ്രശ്നം പറയാം, നമുക്ക് അറിയാത്തോണ്ടാണ് ചോദിക്കുന്നത്. ഇത് കുടുംബം കലകാൻ തന്നെ ഒരുപോലത്തെ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ അവർ രണ്ടുപേരും ഒരേ മനസ്സായതുകൊണ്ട് നമുക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇപ്പൊ ഞാനെന്ത് അവരോട് പറഞ്ഞാലും മറ്റേ ആൾ ഓട്ടോമാറ്റിക്കാ അറിയും. ഒരു രഹസ്യം നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയല്ല അവിടെ. എന്ത് പറഞ്ഞാലും പരസ്പരം അറിയും. അത് ഭയങ്കര പോയിന്റ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒന്നിച്ചിങ്ങനെ ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഒരിക്കലും വീട്ടിൽ ഇങ്ങനെ ഒരുമിച്ച് താമസിക്കാൻ പറ്റൂല. ചേട്ടാ, ഈ രഹസ്യം ഷെയർ ചെയ്യപ്പെടുന്നു പറഞ്ഞത് നല്ല ഗുണമായിട്ടാണോ? അല്ല, അങ്ങനെയുള്ളത് മാത്രമേ ഷെയർ ചെയ്യേണ്ടി വരൂ. തിരിച്ചും അങ്ങനെ തന്നെയാണോ? ചേച്ചി ചേട്ടനോട് കാര്യം പറഞ്ഞാൽ ചേട്ടൻ ചേട്ടനോടും പറയോ? ഞങ്ങള് പറയല്ലേ, ചുരുക്കി പറഞ്ഞാൽ കൊറേയൊക്കെ ഉള്ളിൽ ഒതുക്കും. ഒരു സൈഡിലെ ലീക്കുള്ളൂ. അങ്ങനെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളല്ലേ ഇവരോട് ചോദിക്കുന്നത്. എത്ര ചോദിച്ചാലും മതി വരാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഏറ്റവും വലിയൊരു ഫാക്ട് എന്ന് പറയുന്നത് തന്നെ നമ്മളെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാള് ഓപ്പോസിറ്റ് നമ്മുടെ കൂടെ നടക്കുന്നു, ഉറങ്ങുന്നു, ഡ്രസ്സ് സെയിം, ബിഹേവിയർ സെയിം. ആ ഒരു ഫീലിംഗ് നമുക്ക് എപ്പോഴും ഒരു ഡൗട്ട്ഫുൾ ഫീലിംഗ് ആണ്. നമ്മളെക്കാൾ അവർ ഒരുപടി മുന്നിലാണ്. കാരണം നമ്മളെല്ലാം സിംഗിൾ ആണ്, അവർ ഡബിൾ ആണ്. സത്യം. എല്ലാ കാര്യത്തിലും ഒരുമിച്ച് ഉണ്ടാവാന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെ. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ എന്റെ കയ്യിലുണ്ട്, അതെനിക്ക് ചോദിക്കണം എന്നുണ്ട്. ഞാൻ ചോദിച്ചു തീർത്തിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. ഇതിന്റെ ഒരു വലിയൊരു ഹൈലൈറ്റ് എന്താണെന്നറിയോ? നമ്മുടെ ആദ്യ ഐഡന്റിറ്റിയാണ്, ഐഡന്റിക്കൽ ലുക്കാണ്, നമ്മുടെ പക്ഷെ ചിന്തകൾ പോലും ഒരുപോലെ വരെയാണ്. അങ്ങനെ വളരെ റെയർ ആയിട്ട് വളരെ വ്യത്യസ്തമായിട്ട് സംഭവിക്കാറുള്ളൂ. അങ്ങനെ വ്യത്യസ്തതയുള്ളവരാണ് നമ്മോടൊപ്പം ഓണത്തിന് ജോയിൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഒന്നാലോചിച്ചു എന്നെ പോലെ ഇത്രയും മിടിക്കുകയും സുന്ദരിയും ഒരാളും കൂടി നിന്നെ പോലെ ഒന്നും കൂടെ. എന്റെ പൊന്നോടപ്പുറത്തോടെ ഒരു സോഫ ഇപ്പൊ ഇരുന്ന് ഉറങ്ങുന്നുള്ളൂ, 2 സോഫ ഇരുന്ന് ഉറങ്ങും. അങ്ങനെ 2 പേരുണ്ടെങ്കിൽ എല്ലായിടത്തും ഡയാനിയായിരിക്കും. ഇപ്പൊ പോകുന്ന സ്ഥലങ്ങളിലും പോവാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ആ ട്വിന്നിനെ വിടും. 2 വർഷം പിടിക്കാം. കേരളത്തിലെ ഉദ്ഘാടനം 40% അവള് കൊണ്ടുവരാം. ആങ്കറിംഗും കൊണ്ടുപോയേനെ, നമ്മളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഒരു ക്യാമറമാനും കൂടെ ശമ്പളം വെറുതെ കൊടുക്കണം. എന്തായാലും അടിപൊളിയായിരുന്നു.